പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പരിശുദ്ധ സഭ വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ 2 ആഴ്ചകൾ പിന്നിട്ട് 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനത്തിന്റെയും സ്വയം പരിശോധനയുടെയും നാം എല്ലാവരുടെയും ശരീര മനസ്സുകളുടെ ഒരു ശുദ്ധീകരണ കാലഘട്ടമാണ്. ഈ അനുഗ്രഹീതമായ നോമ്പിന്റെ ദിവസത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. വിശുദ്ധനായ ലൂക്കോസ് ലീഹയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യം: നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ, പഴുകിപ്പോകാത്ത മടിശീലകളും കവർ ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങളും സ്വർഗത്തിൽ നിങ്ങൾ ഉണ്ടാക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നാം നമ്മോട് തന്നെ ചോദിച്ചാൽ പലപ്പോഴും നാം കണ്ടെത്തുന്ന ഉത്തരം ഈ ലോകത്തിന്റെ സുഖലോലുപതകളും താൽക്കാലികമായ സന്തോഷങ്ങളുമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളിൽ ഒരു മനുഷ്യൻ സൗഭാഗ്യവാനാണെന്ന് വിലയിരുത്തപ്പെടുന്നത് ആ വ്യക്തിയുടെ ജീവിത നിലവാരവും ആ വ്യക്തിയുടെ സാമ്പത്തിക ഭദ്രതയും ഒക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ, ഈ ലോകത്തിലെ സാമ്പത്തികമായ അടിത്തറയും ബാങ്കിൽ നിക്ഷേപങ്ങളും ഒക്കെയാണോ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സൗഭാഗ്യവാനാക്കി തീർക്കുന്നത്? അതോ നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാൾ സ്വർഗത്തിലെ നിക്ഷേപം കരുതുന്നവനാണ്? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് നിക്ഷേപം അത് സ്വർഗരാജ്യമാകണം. എന്നാൽ ഞാൻ നിങ്ങളുമെല്ലാം ആ നിക്ഷേപത്തിനും ആ രക്ഷയുടെ അനുഭവത്തിനും വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുകയും ഒരുങ്ങുകയും ചെയ്യുന്നുള്ളതാണ് നാം ഒന്ന് പരിശോധിക്കേണ്ടത്. വിശുദ്ധനായ ലൂക്കോസ് ലീഹ 12-ാം അധ്യായത്തിന്റെ 20-21 വാക്യത്തിലൂടെ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്: ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിനക്ക് നഷ്ടപ്പെട്ടുവാൽ നീ നീക്കിവെച്ചത് ആർക്കായിട്ടാകുന്നു? പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലം ഒരു പുനർപരിശോധന നാളുകളായി മാറ്റപ്പെടട്ടെ. നമ്മുടെ ചുറ്റിലും, സമൂഹത്തിലും, കുടുംബ ബന്ധത്തിലും, ഒരു നേരത്തെ ഭക്ഷണത്തിനും നല്ല വസ്ത്രത്തിനും വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാതെയും അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളില്ലാതെ വിഷമിക്കുന്ന മനുഷ്യർക്ക് നമുക്കൊരു താങ്ങായി, തണലായി തീരാം. ശ്ലീബാര സന്ധ്യാനമസ്കാരത്തിൽ മോർ യാക്കോബിന്റെ ബോധസായിലൂടെ നാം ഇപ്രകാരം ഒരു ഗീതം ചൊല്ലുന്നുണ്ട്: പിതൃവത്സലരെ സുധമർമ്മത്തിൻ ആത്മചരിതൻ മിത്തം പ്രാപിച്ചാർത്തരെല്ലാം സംരക്ഷിപ്പിൻ. മോർ യാക്കോബിന്റെ ബോധസയിലൂടെ നമ്മൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്: സർവശക്തനായ ദൈവം തമ്പുരാൻ നിന്ന് അവന്റെ ധനം സ്വീകരിച്ച് ആർത്തന്മാരെയെല്ലാം സംരക്ഷിക്കുവാൻ തക്കവണ്ണം, പാവപ്പെട്ടവനെ കരുതുവാൻ തക്കവണ്ണം ഈ നോമ്പുകാലം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ആയതിന് ദൈവം തമ്പുരാൻ നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.